നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ തന്ത ആരാണെന്ന് അറിയാവോ നിനക്ക്? ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഗൗതമിന്റെ അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും ചോദിച്ച് അധിക്ഷേപിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് CKC ഉള്ളത്? എന്താ CKC ചോദിച്ചത് സത്യമല്ലേ? സത്യങ്ങൾ വിളിച്ചു പറയാൻ ആർക്കും അവകാശമുണ്ട്. പക്ഷെ അതിനുള്ള അവകാശം ഇയാൾക്കില്ല. എന്തിന്? നിങ്ങളുടെ ഭർത്താവായി ഇരിക്കാനുള്ള യോഗ്യത പോലും ഇയാൾക്കില്ല. അതറിയോ ജ്യോതിർമയി മാഡത്തിന്? എനിക്കറിയാവുന്ന സത്യങ്ങൾ മുഴുവൻ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ഭർത്താവ് ഉദ്യോഗം എന്ന പോസ്റ്റിൽ നിങ്ങൾ ഇയാളെ വെച്ചോണ്ടിരിക്കില്ല. ഇയാളുടെ തനി രൂപം എന്താണെന്നും ഇയാൾ ആരാണെന്നും അറിഞ്ഞാൽ ആ നിമിഷം മാഡം ഇയാളെ ജീവിതത്തിൽ നിന്ന് തന്നെ പടിയടച്ച് പിണ്ടം വെക്കും. ഇയാള് പലപ്പോഴും എന്റെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിന്നിട്ടുള്ളത് എന്തിനാണെന്ന് അറിയാമോ? ഇയാളുടെ കഥകൾ മുഴുവൻ എനിക്കറിയാവുന്നതുകൊണ്ട്. എനിക്കെല്ലാം അറിയാമെന്നുള്ള സത്യം ഇയാൾക്കും അറിയാവുന്നതുകൊണ്ട്. കണ്ടില്ലേ നിന്ന് വിയർക്കുന്നത്? ഇപ്പൊ മാഡത്തിന് മനസ്സിലായി കാണുമല്ലോ ഏകദേശം കാര്യങ്ങള്. ഇവിടെ വെച്ച് ഇപ്പോ CKCക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരിക. വേണമെങ്കിൽ ഭീഷണിയാണെന്നും കൂട്ടിക്കും. നിങ്ങളുടെ ആകെ വിരലുകളുടെ എണ്ണം ഇന്നു മുതൽ അതിൽ ദിവസങ്ങൾ എണ്ണി തുടങ്ങിക്കോ. അതിനുള്ളിൽ നിങ്ങളുടെ സർവ്വ രഹസ്യങ്ങളും ഞാൻ പുറം ലോകത്തെ അറിയിച്ചിരിക്കും. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു CKC. എണ്ണി തുടങ്ങിക്കോ. ഈ നിധി ആരാണെന്ന് നിങ്ങൾ അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. അല്ല, എന്താ ഇത്? നിധി എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? ഏയ്, എനിക്കൊന്നും മനസ്സിലായില്ല. അത് വിട്ടേക്ക്. വാ, നമുക്ക് ഫംഗ്ഷനിലേക്ക് കിടക്കാം. ലെറ്റ് us സെലിബ്രേറ്റ്, എൻജോയ്. ആ, വാ ജ്യോതി. CKC ഒന്ന് നിന്നേ. സെലിബ്രേഷനൊക്കെ പിന്നെ. CKC എന്റെ കൂടെ ഒന്ന് വന്നേ. നിങ്ങൾ ഞാനിപ്പോ വരാം. ഞാൻ അകത്തേക്ക് പോയി നിധി ഒന്ന് വിളിച്ചോണ്ട് വരട്ടെ, വേറെ ഒന്നും അല്ല. നിങ്ങൾ നിധിയൊക്കെ ഇങ്ങനെ വരും. ഗൗതം ഒന്ന് അടങ്ങി നിൽക്ക്. അറിയാലോ CKCയുടെ സ്വഭാവം. അയാൾ ആരെങ്കിലും എനിക്കെന്താ? എനിക്ക് എന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരണ്ടേ? നിധിയൊക്കെ ഇങ്ങനെ വന്നോളും. നോക്ക് ഗൗതം, അയാളെ പോലെ ഒരാളെ തടയാൻ ഗൗതത്തിന് പറ്റില്ല. ഗൗതമിന്റെ നിലവാരം അതല്ല. എന്താ നിധി? ഒന്നുമില്ല, വാ നമുക്ക് പോവാം. എനിക്ക് എന്റെ അരിശം തീർന്നിട്ടില്ല. അയാൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇനി ഗൗതമായിട്ടൊന്നും പറയാൻ പോണ്ട. അയാൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ജീവിതത്തിൽ അയാൾ മറക്കില്ല. ഗൗതം വന്നേ, നമുക്ക് പോവാം. വാ ഇങ്ങോട്ട്. ചെല്ല്, ചെന്ന് കാറെടുക്ക്. ചെല്ല് ഗൗതം, പ്ലീസ് കാറെടുക്ക്. എന്താ ജ്യോതി?
എന്താ ജ്യോതി, എന്തിനാ വരാൻ പറഞ്ഞത്? ഓ ഞാൻ വിളിച്ചോണ്ട് വന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലല്ലേ? ഇല്ല, മനസ്സിലായില്ല.